അപ്പം ഞാൻ അവിടെ വെറുതെ ഇരിക്കുക. ഞാൻ വിചാരിക്കും നമുക്ക് സ്കൂളിലേക്ക് പോവാം. ഞാൻ ഇന്ന് വെറുതെ സ്കൂളിലേക്ക് പോവുകയാണ് ഗൈസ്. ഞാൻ സ്കൂളിലോട്ടൊന്നും പോവാറില്ല, കുറേ നാളായി സ്കൂളിലേക്ക് പോയിട്ട്. ഇന്ന് അവധിയാണ് സ്കൂളിൽ നിന്ന്. എന്നാലും ഞാൻ ഒന്ന് സ്കൂളിൽ പോയി ചുറ്റിക്കാണാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മുടെ വീട്ടിലുള്ള അമ്മയും അച്ഛനും കൂടി അങ്ങോട്ട് പോയി ഗൈസ്. എങ്ങോട്ടാ അറിയില്ല, എങ്ങോട്ടോ നമ്മുടെ അമ്മയും അച്ഛനും എങ്ങോട്ടോ പോയി. എങ്ങോട്ടാണെന്ന് അറിയില്ല, എങ്ങോട്ടോ പോയി. നമുക്ക് നേരെ സ്കൂളിലേക്ക് പോവാം ഗൈസ്. സ്കൂളിലെത്തിയിട്ട് കാണാം കേട്ടോ ഗൈസ്. സ്കൂളിൽ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഡിഫൻഡർ ഒന്ന് നമ്മുടെ ഈ കടയിലേക്കൊന്ന് കൊടുക്കുകയാണ് ഗൈസ്. നമ്മുടെ ഡിഫൻഡറിന് ഭയങ്കര കേടൊക്കെ, ഡിഫൻഡറിന് എന്തൊക്കെയോ കുഴപ്പമുണ്ട്. ഡിഫൻഡറിന് അത്ര ബ്രേക്കില്ല, കുറച്ച് ബ്രേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ അതാണ് സ്കൂള്. അപ്പം നമ്മൾ നേരെ സ്കൂളിലേക്ക് പോവാണ്. വെറുതെ സ്കൂളൊന്ന് ചുറ്റിക്കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് ഗായ്സ്. അപ്പം നമ്മൾ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളിന്ന് സ്കൂൾ ചുറ്റിക്കറങ്ങിയിട്ടുണ്ട്. ഇവിടെ മൊത്തം ഞാൻ ചുറ്റിക്കറങ്ങി. നമ്മുടെ സ്കൂൾ എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല വലിയ സ്കൂളാണ്, കുറേ പൈസ ഉള്ള സ്കൂളാണെന്ന് തോന്നുന്നു. നമുക്കപ്പം നമ്മുടെ ഡിഫൻഡർ അവിടെ കൊടുത്തൊന്നും ഒരു വണ്ടിയും ഇല്ല. നമ്മുടെ കൂട്ടുകാരനെ വിളിച്ച് നോക്കട്ടെ, അവൻ വല്ല വണ്ടിയും തരുമെന്ന് തോന്നുന്നു. അവനെ ഞാനൊന്ന് വിളിച്ച് നോക്കി വല്ല വണ്ടിയും കിട്ടുമെന്ന്. ഗായ്സ്, ഞാൻ അവനെ വിളിച്ചപ്പോൾ എനിക്കൊരു വണ്ടി കിട്ടി. അവൻ തന്ന വണ്ടിയാണ്, അതിപ്പോൾ കൊണ്ടുവന്ന് തന്നതാണ്. ATV അവൻ കൊണ്ടുവന്ന ATVയാണ് ഗായ്സ്. അപ്പം നേരെ ഞാൻ ഇപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞുണ്ടല്ലോ, നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വീടുണ്ട്. ഞാൻ നേരെ വീട്ടിലേക്ക് പോകുന്നില്ല, ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. സോമൻ എന്ന് പറയുന്നതാണ് നമ്മുടെ കൂട്ടുകാരൻ. സോമനല്ല, മാറിപ്പോയി, രാഹുൽ. അപ്പോൾ നമ്മൾ രാഹുലിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. ഇതൊക്കെ ഓരോ റെസ്റ്റോറൻറ്റാണ്. രാഹുലിൻ്റെ വീടിൻ്റെ അടുത്ത് കുറേ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നേരെ രാഹുലിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ രാഹുലിൻ്റെ വീട്. നമ്മുടെ വണ്ടി ഇവിടെ നിർത്തണ്ട, നമുക്ക് മുമ്പിൽ കൊണ്ട് നിർത്താം. രാഹുൽ ഉണ്ടോ അറിയില്ല, അവൻ ടൂറൊക്കെ പോയാന്ന് തോന്നുന്നു. ചിലപ്പോൾ വീട്ടിലുണ്ടാവും. ഇന്നലെ എന്നോട് വിളിച്ച് പറഞ്ഞു, നമുക്കറിയില്ല അവൻ ടൂറ് പോയോന്ന്. അവനെ ഞാൻ ഒന്ന് വീട്ടിൽ നിന്ന് തപ്പി നോക്കട്ടെ അവൻ ഉണ്ടോ ഗായ്സ്. അപ്പം ഇവിടെ മൊത്തം നോക്കിയിട്ട് രാഹുലിനെ കാണുന്നില്ല. രാഹുൽ ടൂറ് പോയെന്ന് തോന്നുന്നു, നോക്കട്ടെ. അപ്പം ഞാൻ നമ്മുടെ വീട്ടിലേക്ക് തന്നെ പോകുന്നില്ല, വേറൊരു കൂട്ടുകാരനുണ്ട്. ആ കൂട്ടുകാരൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഋത്തിക്ക്. നമ്മളിപ്പോൾ നമ്മുടെ ഋത്തിക്കിൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഋത്തിക്കിൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണെന്ന് തോന്നുന്നു. അവൻ്റെ വീടൊക്കെ ഞാൻ മറന്നുപോയി. ഇവിടുന്ന് നേരെ അപ്പുറത്തോട്ടാണെന്ന് തോന്നുന്നു ഋത്തിക്കിൻ്റെ വീട്. അവനെ ഞാൻ കുറേ നാളായി കണ്ടിട്ട്. അവനും വീട്ടിലില്ല, അവൻ ഗൾഫിലാണ്, ഗൾഫിൽ പോയതാണ്. കുറേ നാളായി അവനെ ഞാൻ കണ്ടിട്ട്. അവൻ ചിലപ്പോഴേ വരുള്ളൂ എന്നാണ് പറഞ്ഞത്. ഋത്തിക്കിൻ്റെ വീട് ഇവിടെ കാണുന്നില്ലല്ലോ ഗൈസ്. ഋത്തിക്കിൻ്റെ വീട് ഞാൻ മറന്നു കേട്ടോ, കുറേ നാളെ. കമ്പി കിട്ടിച്ചല്ലോ, കുഴപ്പമില്ല. ഋത്തിക്കിൻ്റെ വീട് ഇവിടെ എങ്ങും കാണുന്നില്ല ഗൈസ്. നമ്മുടെ ഡിഫൻഡർ ഇവിടെ കൊടുത്തേക്കുമല്ലേ. ഋത്തിക്കിൻ്റെ വീട് ഇവിടെ എടുത്തെങ്ങാണ്ടായിരുന്നു. ഋത്തിക്കിൻ്റെ വീടൊക്കെ ഞാൻ മറന്നുപോയി ഗൈസ്. ഇവിടുന്ന് അപ്പുറത്തോട്ടെങ്ങാണ്ടായിരുന്നു ഋത്തിക്കിൻ്റെ വീടെന്ന് പറഞ്ഞാൽ. കിട്ടി. ഈ ഓറഞ്ച് കടേൻ്റെ തൊട്ട് അപ്പുറത്താണ് ഋത്തിക്കിൻ്റെ വീട്. അവൻ്റെ വീടെത്തിയിട്ട് കാണാം ഗായ്സ്. അപ്പം ഞാൻ ഋത്തിക്കിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് അവൻ പറഞ്ഞേക്കുന്നത്, എന്നോട് എപ്പോൾ വേണേലും വന്നോളാന്ന്. അപ്പം നമ്മൾ നേരെ ഋത്തിക്കിൻ്റെ വീട്ടിൽ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ആരുമില്ല. ഞാൻ അപ്പോൾ വീട്ടിൽ നിന്ന് കുളിച്ച് ഡ്രസ്സ് മാറിയിട്ട് വരാം ഗായ്സ്. അപ്പം രാത്രി ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് കറങ്ങാൻ പോവാണ് ഗൈസ്. കുറേ നാളെ കറങ്ങാനൊക്കെ പോയിട്ട്. നമ്മൾ നേരെ ഈ സിറ്റി നമ്മൾ ഒന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഗൈസ്. ഗേറ്റ് തുറക്ക്. ഗൈസ്, അപ്പം നമുക്ക് വേണം ജുറാസിക് പാർക്കിൽ പോയാലോ. കുറേ നാളായി ജുറാസിക് പാർക്കിലൊക്കെ പോയിട്ട്. ആൾക്കാർ പറയുന്ന അവിടെ കുറേ ഡൈനോസറൊക്കെ ഉള്ളതെന്ന് എനിക്കറിയില്ല. ഞാൻ ഒന്ന് പോയി നോക്കട്ടെ ഗൈസ്. ജുറാസിക് പാർക്കിൽ ഇതാണ് നമ്മുടെ ഡിഫൻഡർ അവിടെ കിടപ്പുണ്ട്. ജുറാസിക് പാർക്കിൽ ഡൈനോസർ ഉണ്ടോയെന്ന് അറിയൂല. ഡൈനോസർ ഉണ്ടെങ്കിൽ നമ്മൾ പിടിച്ച് തിന്നും. പിടിച്ച് തിന്നാതിരിക്കാൻ വേണ്ടി ഗായ്സ്. അപ്പം നമ്മൾ ജുറാസിക് പാർക്കിലേക്ക് പോവുകയാണ്. നമ്മുടെ ട്രെയിൻ സ്റ്റേഷൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ ജുറാസിക് പാർക്ക്. ജുറാസിക് പാർക്കിലേക്ക് ഇപ്പോഴത്തും ഗായ്സ് നേരെ ജുറാസിക് പാർക്കിലേക്ക് പോവുകയാണ് ഗായ്സ്. അപ്പം ജുറാസിക് പാർക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ എങ്ങാണ്ടായിരുന്നല്ലോ എൻ്റെ ഡോർ. അതേ കാണും നമ്മുടെ ഡോർ. നമുക്ക് പേടിയൊന്നുമില്ല ഡൈനോസറിന്. ഇവിടെ ഡൈനോസറൊന്നും ഇല്ല, വെറുതെ ആൾക്കാർ ഓരോ കഥ ഉണ്ടാക്കുന്നു. അയ്യോ, നമുക്ക് ഒരു സേഫ്റ്റിക്ക് വേണമെങ്കിൽ ഹെൽമെറ്റ് ഇടാം. നമുക്ക് ഹെൽമെറ്റ് ഒരു സേഫ്റ്റിക്ക് വേണം ഇടാം. ഹെൽമെറ്റ് എന്തിനാ വേണ്ട, അല്ല ഇട്ടേക്കാം. അല്ലെങ്കിൽ ഭയങ്കര ടാസ്ക്കാണ്. വെള്ളം പിടിച്ച്. എനിക്ക് പേടിയൊന്നുമില്ല, വെറുതെ ഒരു ഹെൽമെറ്റ് ഇടുകയാണ് ഗൈസ്. ഈ ഹെൽമെറ്റ് എവിടെ കാണുന്നില്ലല്ലോ, കുറേ തപ്പിയിട്ട് ഹെൽമെറ്റ് കാണുന്നില്ല.
ഹെൽമെറ്റ് വേണ്ട, ഹെൽമെറ്റ് തപ്പിയിട്ട് കാണുന്നില്ല, വണ്ടിയിൽ ഞാൻ വെച്ചായിരുന്നു ഞാൻ പറഞ്ഞു. ഇവിടെ ഒരു ഡൈനോസർ ഇല്ല. ഞാൻ ഇവിടെ വരാൻ നേരത്തെ എപ്പോഴും ഓരോ ഡൈനോസറിനൊക്കെ കാണുന്നതായിരുന്നു. ഇപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ അന്ന് ഒരു ചെറിയൊരു ഡൈനോസറിനെ കണ്ട് അതാണെങ്കിൽ കടിക്ക് പോലും ഇല്ല, അത്രയും കുഞ്ഞ് ഡൈനോസർ. പിന്നെ ഇവിടെ അന്ന് ഞാൻ വന്നപ്പോൾ മുട്ടയും കണ്ടായിരുന്നു. എവിടെയാ അതാണോ മുട്ട? ഇവിടെ എവിടെയാണ് ഡൈനോസറിന്? കുറേ ആൾക്കാർ മുട്ട ചവിട്ടി കഴിഞ്ഞാൽ ഡൈനോസർ വരുമെന്നൊക്കെ. അപ്പം നമുക്ക് മുട്ടയിലൊന്ന് ചവിട്ടി നോക്കാം ഗൈസ്. ശരിയാണോന്ന് അറിയണമല്ലോ. മുട്ടയിലൊന്ന് നമുക്ക് ചവിട്ടി നോക്കാം. മുട്ട തന്നെ ഞാൻ ചവിട്ടി മുട്ട ചവിട്ടി. വരുന്നില്ലല്ലോ. ഈ മുട്ടയൊക്കെ വെറുതെ വെച്ചു. എനിക്ക് പേടിയാവുന്നുണ്ട് ഗൈസ്. മുട്ടയൊക്കെ കണ്ടപ്പോൾ എനിക്ക് പേടിയാവുന്നുണ്ട്. ഡൈനോസറിൻ്റെ മുട്ട തന്നെയാണോ? ചവിട്ടിയിട്ടുണ്ട്, പേടിയാവുന്നു. എനിക്ക് പേടിയാവുന്നു. ഞാൻ പോട്ടെ. അയ്യോ, എൻ്റെ ഡോർ എവിടെയാ? അയ്യോ, കയറുണ്ടായിരുന്നു ഗായ്സ്. എൻ്റെ ഡോറിനെ എങ്ങനെ കണ്ടുപിടിക്കാനാ? ഇവിടെ വല്ല ഡൈനോസറും ഉണ്ടെങ്കിൽ നമ്മളെ പിടിച്ച് തിന്നും. അയ്യോ, ആ മുട്ടയെ കണ്ടപ്പോൾ എനിക്ക് പേടിയാവുന്നു ഗായ്സ്. അന്ന് ഞാൻ വന്നപ്പോൾ രാവിലെ ആയിരുന്നു, അപ്പോൾ ഇത് രാത്രിയാ. അയ്യോ, പേടിയാവുന്നു ഗായ്സ്. ഇനി വല്ല ഡൈനോസറും ഉണ്ട് ഇവിടെ? ഇവിടെ മൊത്തം മരങ്ങളാണ്, ഡൈനോസറിനൊന്നും കാണാൻ പറ്റില്ല. അയ്യോ, ഇതുണ്ട്. ഈ ഡൈനോസർ റാപ്റ്ററാ. ഇത് കടിക്കുവോ? അയ്യോ, എനിക്ക് പേടിയാവുന്നു. ഓടി പറപ്പിച്ചു വിട്ടോ. അയ്യോ, റാപ്റ്റർ ഉണ്ടല്ലോ. എന്തിയാ റാപ്റ്റർ? റാപ്റ്റർ പോയെന്ന് തോന്നുന്നു. അയ്യോ, ദേണ്ട റാപ്റ്റർ. അയ്യോ, ഇപ്പൊ തന്നെ ഓടിക്കോ. അയ്യോ, റാപ്റ്റർ ഓടിക്കോ. കേറണ്ടായിരുന്നു, വെറുതെ കേറി. അയ്യോ, റാപ്റ്റർ നമ്മളിപ്പോ പിടിച്ചു തിന്നെ. ഓടിക്കോ എൻ്റെ അമ്മ. അയ്യോ, റാപ്റ്റർ. അയ്യോ, ഞാൻ ചത്തേ. അയ്യോ, റാപ്റ്റർ ഇപ്പൊ നമ്മൾ പിടിച്ചു തിന്നും. അയ്യോ, റാപ്റ്റർ ഇവിടെ കാണുന്നില്ല. നമ്മുടെ വണ്ടിയാണോ എങ്ങോട്ടോ പോയി. വണ്ടിയും കാണാം, അതേ കിടക്കുന്ന വണ്ടി. റാപ്റ്റർ എവിടെയാ? റാപ്റ്റർ നമ്മുടെ കയ്യിൽ തോക്കുണ്ട്. റാപ്റ്റർ എവിടെ? റാപ്റ്റർ ഒന്നും ഇവിടെ വേണ്ട.